കേരളത്തിലെ ബാലസമൂഹത്തിന് ബാലഗോകുലത്തിന്റെ ഒരു തുറന്ന കത്ത്. ഈ തലക്കെട്ടിൽ ബാലഗോകുലം സംസ്ഥാന അധ്യക്ഷൻ എഴുതിയ ഒരു ലേഖനം വായിക്കാനിടയായി. ലേഖനം വായിച്ചപ്പോൾ ശരിക്കും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും നമ്മളിങ്ങനെ കേട്ട് വേദനിച്ചു വരുന്ന ഈ അവസരങ്ങളിൽ ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മുന്നിൽ എത്തിക്കണം എന്ന് തോന്നി. ബാലഗോകുലവുമായി ബന്ധപ്പെട്ട കുഞ്ഞുങ്ങളെല്ലാവരും അത് കാണും. പക്ഷെ ബാലഗോകുലവുമായി ബന്ധപ്പെട്ട കുഞ്ഞുങ്ങൾ മാത്രമല്ലല്ലോ നമുക്ക് ചുറ്റുമുള്ളത്. എല്ലാ കുഞ്ഞുങ്ങളും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ തന്നെയാണ് ബാലഗോകുലത്തിൻ്റെ ഈ തുറന്ന കത്തിലുള്ളത്. കത്ത് വായിക്കാം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, 10ാം ക്ലാസ്സിൻ്റെ വാർഷിക പൊതുപരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു. മലയാളം പരീക്ഷ കഴിഞ്ഞു. അത് ക്രോധം വരുത്തി വെക്കുന്ന വിനകളെക്കുറിച്ച് വിവരിക്കാൻ ഒരു ചോദ്യമുണ്ടായിരുന്നു. ശ്രീരാമന്റെ പട്ടാഭിഷേകം മുടങ്ങിയത് കേട്ട ലക്ഷ്മണൻ കോപം കൊണ്ട് ജ്വലിച്ചു. അയോധ്യയെ ചാമ്പലാക്കാൻ പോരുന്ന ക്രോധാഗ്നി അയാളിൽ നിന്ന് പ്രവഹിച്ചു. അപ്പോഴാണ് ശ്രീരാമൻ ലക്ഷ്മണനെ തഴുകിക്കൊണ്ട് ജീവിത മൂല്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത്. അഹംഭാവത്തിൽ നിന്നുണ്ടാവുന്ന ക്രോധം അച്ഛനമ്മമാരെയും കൂട്ടുകാരെയും കൊല്ലാനും സ്വയം നശിക്കാനും മാത്രമേ പ്രയോജനപ്പെടൂ. അതിനാൽ കോപിക്കുന്നവനല്ല, കോപത്തെ ജയിക്കുന്നവനാണ് ബലവാൻ. ശ്രീരാമന്റെ ഈ ഉപദേശങ്ങളാണ് ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠത്തിലുള്ളത്. കൂട്ടുകാരനെ കൂട്ടം കൂടി ആക്രമിച്ചു കൊന്ന കുട്ടികളും ഈ ചോദ്യത്തിന് ഉത്തരം എഴുതിയിട്ടുണ്ടാവാം. അവർക്കും മികച്ച മാർക്ക് ലഭിച്ചേക്കാം. വിദ്യാഭ്യാസം ബുദ്ധിപൂർവ്വം മാർക്ക് നേടി മുൻപന്തിയിലെത്താനുള്ള അഭ്യാസം മാത്രമാണോ? പാഠങ്ങൾ നൽകുന്ന അറിവ് ശീലമായും സ്വഭാവമായും സംസ്കാരമായും മാറുമ്പോഴല്ലേ നമ്മൾ ശരിക്കും വിജയിക്കുന്നത്? അങ്ങനെ നോക്കുമ്പോൾ ഷഹബാസിന്റെ ഘാതകരെ പോലെ പരീക്ഷയ്ക്ക് മുൻപേ തോറ്റുപോയ എത്രയോ കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട്. നിങ്ങളിൽ ഏറെ പേരും സ്നേഹവും സഹാനുഭൂതിയും ഉള്ളവരാണ്. എന്നാൽ കൂട്ടം കൂടുന്ന സന്ദർഭങ്ങളിൽ തെറ്റായ തീരുമാനങ്ങളോട് വളരെ പെട്ടെന്ന് പൊരുത്തപ്പെട്ടു പോകുന്നു. ഒരു ചെറിയ പ്രകോപനം പോലും പൊട്ടിത്തെറിക്കാൻ കാരണമാവുന്ന വിധം ഓരോ മനസ്സിലും ഹിംസ നിറഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ വീടും വിദ്യാലയവും പൊതു ഇടങ്ങളും എല്ലാം ഈ ഹിംസയുടെ ഒളിത്താവളങ്ങളാണ്. നിങ്ങൾ കേൾക്കുന്ന പാട്ടിലും കാണുന്ന സിനിമകളിലും കഴിക്കുന്ന ഭക്ഷണത്തിലും ധരിക്കുന്ന വേഷത്തിലും ഹിംസയുണ്ട്. ചീത്ത വാക്കുകൾ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നത് ഹിംസയുടെ ലക്ഷണമാണ്. മൊബൈൽ ഗെയിമുകൾ മാത്രമല്ല, നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലും റീലുകളിലും, എന്തിന് നിങ്ങളുടെ പ്രണയത്തിൽ പോലും ഹിംസയില്ലേ? ഒത്തുകിട്ടിയാൽ പിച്ചു ചീന്താൻ മടിയില്ലാത്ത മെരുങ്ങാത്ത ഒരു മൃഗം നിങ്ങളുടെ ഉള്ളിലും മുരളുന്നില്ലേ? ഷഹബാസിന്റെ കൊലയ്ക്ക് നമ്മൾ ഏവരും ഉത്തരവാദികളാകുന്നത് അതുകൊണ്ടാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ മസ്തകത്തിൽ മുറിവുമായി വന്ന ഒരു കാട്ടാനയുടെ വാർത്തയും ചിത്രവും നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം. അപകടം പറ്റിയ കൊമ്പന് തുണയെ മറ്റൊരു കാട്ടാന തുമ്പിക്കയിൽ വെള്ളമെടുത്ത് മുറിവിലെത്തിച്ച് ശുശ്രൂഷിക്കുന്ന കാഴ്ച ഹൃദയം അലിയിക്കുന്നതായിരുന്നു. എന്നാൽ അതേ ദിവസങ്ങളിൽ തന്നെ കോളേജ് ഹോസ്റ്റലിൽ കൂട്ടുകാരനെ നഗ്നനാക്കി ശരീരം വാർന്നു കീറുന്ന വാർത്തയും നമ്മൾ കേട്ടു. എന്തൊരു ഹിംസയായിരുന്നു അത്! ചുറ്റും കൂടി ഒരു കുട്ടി പോലും ആ ദുഷ്ടതയെ എതിർത്തില്ല. ഉടുപ്പിലും ഉടലിലും നായ്ക്കറിണപ്പൊടി പുരണ്ട് ഉടുവസ്ത്രമില്ലാതെ ശുചിമുറിയിൽ നിന്ന് നിസ്സഹായ ഒരു പെൺകുട്ടി നിലവിളിക്കുന്ന രംഗവും ഉണ്ടായി. അപ്പോഴും സഹപാഠികൾ പൊട്ടിച്ചിരിച്ചുല്ലസിച്ചതേ ഉള്ളൂ. മറ്റുള്ളവരുടെ വേദന കണ്ട് ചിരിക്കാൻ കഴിയുന്ന മനസ്സ് രോഗബാധിതമാണ്. ആ രോഗം സ്കൂളുകളിലും കോളേജുകളിലും ഭയാനകമായി വ്യാപിക്കുന്നു. മഹാഭാരത യുദ്ധത്തിന്റെ 19ാം പകലിൽ പകയുടെ പ്രതിപുരുഷനായ ഒരു കഥാപാത്രത്തെ വ്യാസൻ കാണിച്ചു തരുന്നുണ്ട്. ഒരു കൂട്ടക്കൊലയ്ക്ക് ശേഷവും ഭാവഭേദമില്ലാതെ ഗർഭസ്ഥ ശിശുവിലേക്ക് ആയുധം പ്രയോഗിക്കുന്ന അശ്വത്ഥാമാവ്. ശ്രീരാമന്റെ ഉപദേശം കേട്ട് അടങ്ങിയ ലക്ഷ്മണനല്ല ഇയാൾ. ദേഷ്യം കോപമായി, കോപം ക്രോധമായി, അത് കനത്ത പകയായി സ്വയം കത്തി നിൽക്കുന്ന ആ ദുർഭൂതത്തെ സകലരും ശപിക്കുന്നു. ജീവിക്കുന്ന നരകമായി ഈ ഭൂമിയിൽ തുടരുക എന്ന ശിക്ഷയാണ് അയാൾക്ക് ലഭിച്ചത്. ചെന്താമരയായും അഫാനായും അശ്വത്ഥാമാവ് ഇന്നും തുടരുന്നു. ആ ഗണത്തിലേക്ക് ആളെ എടുക്കുന്ന നരകത്തിന്റെ എംബസികളായി വിദ്യാലയങ്ങൾ മാറിക്കൂടാ. കാമം, ക്രോധം, ലോഭം മൂന്നും നരകത്തിന്റെ വാതിലുകളാണെന്ന് ഭഗവത്ഗീത പറയുന്നു. മനുഷ്യ മനസ്സിൽ ദൈവസമ്പത്തും അസുരസമ്പത്തുമുണ്ട്. അസുരസമ്പത്തിനെ നിയന്ത്രിക്കാനും ദൈവസമ്പത്തിനെ വളർത്താനുമാണ് മനുഷ്യൻ വിദ്യാഭ്യാസം ചെയ്യുന്നത്. അതുകൊണ്ട് വിദ്യാലയങ്ങളെ നമുക്ക് വീണ്ടെടുക്കണം. അവിടം സന്തോഷത്തിനെയും സർഗാത്മകതയുടെയും ഇടമാക്കി മാറ്റണം. മാറ്റം നമ്മളിൽ നിന്ന് ആരംഭിക്കണം. കടുത്ത മസാലകൾ ചേർന്ന ഭക്ഷണം കുറച്ചു കൊണ്ടുവരണം. വിപണി കീഴടക്കിയ അറേബ്യൻ വിഭവങ്ങൾ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ദോഷം ചെയ്യും. അർമാദിക്കുന്ന ആട്ടവും പാട്ടും അധികം വേണ്ട. ഒരു യാത്രയപ്പ് ചടങ്ങിലെ പാട്ടാണ് മരണകാരണമായത് എന്ന് ഓർക്കുക. ചിലപ്പോഴൊക്കെ മധുരമായ ഭാവഗാനങ്ങൾ കേൾക്കണം. അത് വെറുതെ മൂളി നടക്കണം. സമൂഹ മാധ്യമങ്ങളും ഇന്റർനെറ്റും ഉപയോഗിക്കുന്നതിൽ സ്വയം നിയന്ത്രണം കൊണ്ടുവരണം. ഉറങ്ങും മുൻപ് 1 മണിക്കൂറും ഉണർന്നു കഴിഞ്ഞ് 1 മണിക്കൂറും ഡാറ്റ ഉപയോഗിക്കില്ല എന്ന് നിശ്ചയമെടുക്കണം. ഒരിക്കലും ലഹരിയുടെ വഴി തിരഞ്ഞെടുക്കില്ലെന്ന് അമ്മയ്ക്ക് വാക്ക് കൊടുക്കണം. ആ വാക്ക് ആജീവനാന്തം പാലിക്കണം. എല്ലാ ദിവസവും പ്രാർത്ഥനയോടൊപ്പം 20 മിനിറ്റ് നിശബ്ദമായിരുന്ന സ്വന്തം മനസ്സിനെ ശ്രദ്ധിക്കണം. ഇപ്രകാരം ഒരു സ്വയം നവീകരണത്തിലുള്ള സമയമായിരിക്കുന്നു. ഇത് നോമ്പുകാലമാണ്. ഈസ്റ്ററും വിഷുവും പടിവാതിൽക്കലുണ്ട്. തിന്മയെ തിരുത്തി നന്മ ഉണർത്താനുള്ള മുഹൂർത്തങ്ങളാണ് ഇതെല്ലാം. അറിഞ്ഞും അറിയാതെയും നമ്മൾ കൂടി പങ്കാളിയായി പോയ എല്ലാ തിന്മകളിൽ നിന്നുമുള്ള മോചനത്തിനു വേണ്ടി വരുന്ന മാർച്ച് 9-ാം തീയതി നമുക്ക് 1 മണിക്കൂർ ഉപവസിക്കാം. പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ എല്ലാ പ്രവൃത്തികളിൽ നിന്നും വിട്ടുനിന്ന് 1 മണിക്കൂർ നിശബ്ദരായിരിക്കാം.
സാധിക്കുമെങ്കിൽ കുടുംബം ഒന്നിച്ച് ഒരേ സമയം ഈ സദ്ഭാവന ഉപവാസം അനുഷ്ഠിക്കുക. ഞാൻ നന്മയോടെ ഇരിക്കും എൻ്റെ നാടിനു വേണ്ടി, ഇതാവട്ടെ നമ്മുടെ പ്രാർത്ഥന. ഈ സദ്ഭാവന ഉപവാസം എത്ര പേർ ചെയ്യുന്നു, എത്ര നേരം ചെയ്യുന്നു എന്നതല്ല കാര്യം. നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന തിരിച്ചറിയലാണ്, സ്വയം നിയന്ത്രിക്കാൻ കഴിയുമെന്ന ബോധ്യപ്പെടലാണ്, എൻ്റെ സമൂഹത്തിൻ്റെ പുണ്യപാപങ്ങൾക്ക് ഞാനും ഉത്തരവാദിയാണ് എന്ന കണ്ടെത്തലാണ്. അത്രയെങ്കിലും നമുക്കിപ്പോൾ ചെയ്യേണ്ടതുണ്ട്. ബാലഗോകുലം സംസ്ഥാന അധ്യക്ഷൻ്റേതാണ് ഈ ലേഖനം. ഈ ലേഖനം നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കുഞ്ഞുങ്ങളും, ബാലഗോകുലത്തിൽ സന്ദർശിക്കുന്ന കുഞ്ഞുങ്ങൾ മാത്രമല്ല, എല്ലാ കുഞ്ഞുങ്ങളും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. എല്ലാ മാതാപിതാക്കളും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. കാര്യങ്ങൾ അത് ആര് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നിടത്താണ് നമ്മൾ തിരുത്താൻ ആരംഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.